വയോധികയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് പിടികൂടി. അസുഖബാധിതയായ വയോധികയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട പ്രതികളെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ മംഗലാപുരത്ത് നിന്ന് ധർമ്മടം പോലീസും തലശ്ശേരി ASP സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ധർമ്മടം തുരുത്തിനടുത്ത് തനിച്ച് താമസിക്കുന്ന അസുഖബാധിതയായ വയോധികയുടെ 3 പവൻ മാലയാണ് പ്രതികൾ കവർന്നത്. ധർമ്മടം സ്വദേശി മുഹമ്മദ് യാസിൻ, തലശ്ശേരി മട്ടാമ്പ്രം സ്വദേശി മുഹമ്മദ് അനസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചെത്തിയ പ്രതികൾ വയോധികയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല പൊട്ടിച്ചെടുത്ത് കടന്നുകളയുകയായിരുന്നു. വയോധിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കവർച്ച ചെയ്ത മാല വിറ്റ ശേഷം കാസർഗോഡ് നിന്ന് വാഹനം വാടകയ്ക്കെടുത്ത് പ്രതികൾ മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം കാസർഗോഡ്, സുറത്കൽ, മംഗലാപുരം ഭാഗങ്ങളിൽ കാസർഗോഡ് സ്ക്വാഡിനൊപ്പം നടത്തിയ തിരച്ചിലിലാണ് ഇരുവരെയും പിടികൂടിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി, തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ SI K അനുരൂപ്, CPOമാരായ ഹരിനാഥ്, സഗേഷ്, സിസിൽ, സായൂജ്, ശ്രീലാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.